അങ്ങനെ നീലിമ ചന്ദ്രോദയത്തിലേക്ക് എത്തി ശ്രുതിയുടെ എല്ലാവിധ കള്ളത്തരങ്ങളും പുറത്തു പറയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ചന്ദ്രമതിയുടെ അടുത്തുനിന്ന് കവിളത്ത് ആഞ്ഞാഞ്ഞ് അടി കിട്ടുന്ന ശ്രുതിയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം മകനെ തല്ലാതെ മകനെ കള്ളത്തരങ്ങളൊക്കെ എല്ലാം ചുക്കാൻ പിടിച്ചത് ശ്രുതിയാണെന്നറിയുന്ന ആ അമ്മായിയമ്മ തകർന്നു പോവാണ്. കാരണം ആ അമ്മായിയമ്മ മരുമക്കളിൽ ഏറ്റവും കൂടുതൽ പുന്നാരിച്ചത് ശ്രുതിയാണല്ലോ. ശ്രുതിയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്ന് അറിയുമ്പോൾ ചന്ദ്രമതിയുടെ മട്ടും മാറി ശ്രുതിയുടെ കവിളത്ത് തലങ്ങും വിലങ്ങും തല്ലുന്ന ഒരു അമ്മായിയമ്മയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്മനൽപ്പൂവിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം എനിക്ക് കഥയൊന്നും ഇടാൻ പറ്റിയില്ല, കാരണം ഞാൻ കുറച്ച് വർക്കിലായിപ്പോയി. അപ്പം എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ നീലിമയുടെ വീട്ടിൽ പോയി സച്ചി ശ്രുതിയെ ചതിച്ചത് നീലിമയാണെന്ന് അറിഞ്ഞിട്ട് അവളുടെ വീട്ടിൽ പോയി സച്ചി അറിയുന്നത് നീലിമ പലിശ അടക്കം ശ്രുതിക്ക് 53 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്നുള്ള വാർത്തയാണ്. അത് കേട്ട് ഞെട്ടാണ് സച്ചി. അപ്പം നീലിമ പറയും, അതേ സച്ചി, സത്യമാണ്, പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ തെളിവുകളുണ്ട്, അറിയാതെ ആണെങ്കിൽ പോലും നീയാണ് ആ സാക്ഷിയുടെ ഇതിൽ ഒപ്പിട്ടത് എന്നൊക്കെ പറയാണ്. അങ്ങനെ നീലിമയോട് സച്ചി പറയും, ഈ കാര്യം ഞങ്ങളുടെ വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല, ഇവൻ ഞങ്ങളെ വീട്ടുകാരെ എല്ലാവരെയും പറ്റിച്ചേക്കായിരുന്നു, ഈ വിവരം എനിക്ക് വീട്ടിൽ തെളിയിക്കണം, അതിനുവേണ്ടി മാഡം എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നീലിമയോട് സച്ചി വീട്ടിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നീലിമ പറയും, ഓക്കെ സച്ചി, ഞാൻ വരാം, കാരണം ഇത് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടി ബാധ്യതയാണല്ലോ, നിന്നെ കരുതിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചന്ദ്രോദയത്തിലേക്ക് എത്തണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശ്രുതി പൈസ കൊടുത്തതും അത് ഒപ്പിട്ട് വരച്ചതായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്തിട്ടാണ് സച്ചിയും നീലിമയും കൂടി ചന്ദ്രോദയത്തിലെത്തുന്നത്. ചന്ദ്രോദയത്തിലെത്തിയ സച്ചി എല്ലാവരെയും വിളിച്ചു വരുത്തിയതിന് ശേഷം പറയുന്നു, ശ്രുതി കള്ളത്തരം കാണിച്ചു, ശ്രുതിക്ക് നീലിമ 50 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ശ്രുതി നമ്മളോടത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. ചന്ദ്രമതി പറയുന്നുണ്ട്, നീ നുണ പറയാ, നീ വീണ്ടും അവനെ ഓരോ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പറയണമെന്ന് എനിക്കറിയാം സച്ചി, നീ വെറുതെ എൻ്റെ മോനെ ഇതാക്കണ്ട എന്നൊക്കെ പറയണം. അല്ല, ഇത് സത്യമാണ്, ഇതിന് തെളിവുകളുണ്ട് പറയുമ്പോൾ ശ്രുതി പറയണം, എന്ത് തെളിവ്, വെറുതെ അതും ഇതും ഇവിടുന്ന് പറയുന്ന കേട്ടിട്ട് വെറുതെ വന്ന് പറയില്ല സച്ചി, അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളെ ഇഷ്ടമില്ല എന്നറിയാം, ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ കാണിക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഈ കളിയൊക്കെ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയും ഒന്നും അറിയാത്ത ഭാഗത്തിൽ സച്ചിയോട് പെരുമാറാണ്. ശരി പറലട്ടത്തി, നിങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന് ഞാൻ തെളിവുണ്ടാക്കിയല്ലോ, നീ എന്ത് തെളിവാ തരാൻ പോകുന്നത് ചോദിക്കുമ്പോൾ തെളിവ് ഞാൻ കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കണം. ആൻറ്റി, ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് ആൻറ്റി, വെറും കള്ളത്തരാണ് ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പാടില്ല കേട്ടോ, ഇവൻ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവൻ കാണിക്കുന്നത് എന്നൊക്കെ കൊണ്ട് ശ്രുതിയും തെളിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയും, ഞാൻ തെളിവ് കൊണ്ടുവന്നാലോ, നീലിമ എന്നുള്ള തെളിവ് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ആകെ ഞെട്ടി വെളുത്ത് നിൽക്കുകയാണ്. ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് സച്ചി, ജഡ്ജമ്മേ കൊണ്ടുവരട്ടെ തെളിവ് ചോദിച്ചിട്ട് നീലിമയെ എന്ന് വിളിക്കുമ്പോൾ വരികയാണ് ആര്യ, നമ്മുടെ വേറെ ആരെയല്ല, നമ്മുടെ ശ്രുതിയെ ചതിച്ച ശ്രുതിയുടെ അടുത്ത് 50 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോയി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള നീലിമ എന്നുള്ള വ്യക്തി മെല്ലെ ചന്ദ്രരഥത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രരഥത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് നീലിമ പറയണേ, ഞാൻ നീലിമ, നിങ്ങളുടെ മകനെ ആദ്യം പ്രണയിച്ച പെണ്ണ്, തെറ്റ് ഞാൻ ചെയ്തു, ശരിയാണ്, ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഞാൻ 50 ലക്ഷം രൂപ തട്ടിയെടുത്തു, പക്ഷെ അതിനേക്കാട്ടിലുപരി തെറ്റും കളവും ചതിയും ചെയ്തത് ശ്രുതിയാണ്. കാരണം ഈ വീട്ടിലെ എല്ലാവരെയും പറ്റിച്ചിട്ടാണ് ശ്രുതി 50 ലക്ഷം രൂപ എടുത്തിട്ട് വന്നത്. അപ്പം അവൻ നിങ്ങളെയൊക്കെ പറ്റിച്ചു, അപ്പോൾ ഇവനെ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുക, അതുകൊണ്ട് ഇവൻ എറിഞ്ഞതിനേക്കാട്ടിലും ഒരു മുഴം മുൻപ് ഞാൻ എറിഞ്ഞു, ഞാൻ അവനെ പറ്റിച്ച് പൈസ കൊണ്ട് പോയി, അത്രയേ ഉള്ളൂ എന്ന് പറയാണ് നീലിമ. അപ്പോൾ രവീന്ദ്രൻ പറയും, എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത തെറ്റിന് ന്യായീകരിക്കാൻ പറ്റില്ല. നീലിമ പറയും, ശരിയാണ് അങ്കിൾ പറഞ്ഞു ശരിയാണ്, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ന്യായീകരിക്കുന്നില്ല, പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മകനെ ഞാൻ ചതിച്ചുവെങ്കിൽ ആ മുതലും പലിശയും അടക്കം 53 ലക്ഷം രൂപ ഞാൻ അവനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ ശ്രുതി പറയൂ, എവിടുന്ന് നുണ പറയാ അമ്മ, ഇവള് നുണ പറയാ, എനിക്ക് ആരും പൈസ തന്നിട്ടില്ല, എനിക്ക് ഇവളെ അറിയ പോലും ഇല്ല, എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല എന്ന് പറയണം. ഇത് പച്ചക്കള്ളാണ് ആൻറ്റി, ഇതിനുള്ള എല്ലാ തെളിവുകളും കൊണ്ടാണ് ഞാൻ വന്നേക്കണത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവൻ്റെ പേരിൽ 53 ലക്ഷം രൂപ കൊടുത്തതിന് ഇവനും ഇവൻ്റെ ഭാര്യയും കൂടി സാക്ഷി എഴുതി ഒപ്പിട്ടിട്ടുള്ള പേപ്പറാണിത്. ഇവൻ മാത്രമല്ല, ഇവൻ്റെ ഭാര്യ കൂടി ഉണ്ടായിരുന്നു കൂടെ പറയുമ്പോൾ. അപ്പം എല്ലാവരും ഞെട്ടി ഷോക്കായിട്ട് ശ്രുതിനെ നോക്കണം. ശ്രുതി ഇങ്ങനെ വെളുത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ പേപ്പറുകൾ ചന്ദ്രമതിക്കും കാണിച്ചു കൊടുക്കുമ്പോൾ പറയാണ്, ശ്രീകാന്തിനോട് മേടിച്ച് നോക്കാൻ പറയാണ്. ശ്രീകാന്ത് മേടിച്ച് നോക്കിയിട്ട് പറയും, അച്ഛാ കറക്റ്റാണ്, പൈസ കൊടുത്തിട്ട് ഇവർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയണം. അത് കഴിയുമ്പോൾ പറയാം, നിൽക്ക്, ഒരു തെളിവും കൂടി ഉണ്ട് പറഞ്ഞിട്ട് നീലിമ അടുത്ത ഫയലിൽ നിന്നും ഇതെൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ കോപ്പിയാണ്, ഇതിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് 53 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഫയലും കൂടി എടുത്തിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ശ്രീകാന്ത് അത് നോക്കുമ്പോഴേക്കും വർഷം ഓടി വന്ന് അത് മേടിച്ചിട്ട് നോക്കിയിട്ട് പറയണം, അങ്കളെ കറക്റ്റാണ് കേട്ടോ, ഇതിൽ 53 ലക്ഷം രൂപ സുധീറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്ന് പറയണം. ഇതൊക്കെ കേട്ടിട്ട് തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് രവീന്ദ്രൻ. ആകെ പകച്ചു നിൽക്കുകയാണ് രേവതി. ശ്രുതിയും ആകെ വെളുത്തു. ചന്ദ്രമതിക്ക് ഇതൊരു ഷോക്കാണ് അയക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്രയെ നോക്കുക പറഞ്ഞിട്ട് രവീന്ദ്രൻ ആ ഫയൽ മേടിച്ച് നോക്കിയിട്ട് അത് ലാസ്റ്റ് ചന്ദ്രമതിനെ ഏൽപ്പിക്കണം നോക്കാൻ വേണ്ടിയിട്ട്. ചന്ദ്രമതി അത് നോക്കിയിട്ട് ആകെ ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ആകെ ചുവന്ന് തുടുത്ത് നിൽക്കുകയാണ്.
അത് കഴിയുമ്പോൾ നീലിമ പറയും, ഇപ്പൊ വിശ്വാസമില്ല നിങ്ങൾക്ക്, സംഭവം ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി, അതെല്ലാം വളരെ കറക്റ്റാണ്. പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തി, ഞാൻ മേടിച്ച പൈസ ഞാൻ തിരിച്ചേൽപ്പിച്ചു. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് ഞാൻ കാരണം ഒരുപാട് അപമാനം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയാണ്. സച്ചി, ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ സച്ചി പറയും, മാഡം ഒരുപാട് നന്ദിയുണ്ട്, എൻ്റെ ഈ ഒരു റിക്വസ്റ്റ് കരുതിയിട്ട് ഇവിടെ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തോന്നിയതിന് മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട്, മാഡം ഇനി പൊക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ നീലിമ സത്യങ്ങളെല്ലാം ചന്ദ്രോദയത്തിൽ ഒരു ബോംബായി പൊട്ടിച്ചിട്ട് നീലിമ തിരിച്ചു നടക്കണ സമയത്ത് നീലിമയുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. അത് വേറെ ഒന്നല്ല, സുധിയെ തോൽപ്പിച്ചിട്ടുള്ള ഒരു വിജയത്തിന്റെ ചിരിയായിരുന്നു അത്. ഇതെല്ലാം കണ്ട് ഞെട്ടി വിളറി വെളുത്ത് നിൽക്കുന്ന സുധിയെ കാണാണ് ചന്ദ്രമതി. അത് കണ്ടിട്ട് സുധിയുടെ അടുത്ത് സുധീനെ ചെന്നിട്ട്, എടാ സുധി ഇവിടെ വാ എന്ന് പറയാണ്. ആ സമയത്ത് രവീന്ദ്രൻ അവിടെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് സുധി ഇവിടെ വാ എന്ന് പറയുമ്പോൾ സുധി എന്താ അച്ഛാ ചോദിച്ചിട്ട്, എന്നോട് ക്ഷമിക്കൂല അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നിന്നെ പറഞ്ഞിട്ട് എന്താടാ കാര്യം, നീ ഒരിക്കലും നന്നാവില്ല, നീ എൻ്റെ മകനായെന്നുള്ളതിന് എനിക്ക് ഏറ്റവും വലിയ അപമാനമാണ് അത്, നീ എൻ്റെ മകനായതിൽ ഞാൻ അപമാനിക്കപ്പെട്ട പോലെ ഇപ്പം ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സുധിയെ തല്ലില്ല, പക്ഷെ തല്ലുന്നതിലും പകരമായി സുധിയെ ഒരുപാട് ഇതാക്കിയിട്ട് കുറ്റപ്പെടുത്തിയിട്ട് രവീന്ദ്രൻ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രമതി സുധീനെ പിടിച്ചിട്ട് തലങ്ങും വിലങ്ങും തല്ലാണ്. എന്തിനാടാ നീ എനിക്ക് മോനായിട്ട് ജനിച്ചത്, നിന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷയായിരുന്നുടാ, നീ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ, നീ എന്നെ തകർത്തില്ലേടാ, എല്ലാം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ച് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി സുധിയെ തലങ്ങും വിലങ്ങും തല്ലണ സമയത്ത് സുധി പറയണം, അമ്മേ എന്നെ തല്ലല്ല അമ്മ, ഇതൊക്കെ എൻ്റെ പ്ലാനൊന്നും ആയിരുന്നില്ല, ഇതൊക്കെ ശ്രുതിയുടെ പ്ലാനായിരുന്നു പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രോദയത്തിന്റെ ഹോൾ ഒരു നിമിഷം നിശബ്ദമാവാണ്. എല്ലാവരും ശ്രുതിയുടെ മുതൽ വെക്കാണ്. ശ്രുതിയാണെങ്കിൽ സുധി സത്യം പറഞ്ഞതിൽ ആകെ ഞെട്ടി വരച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ നിൽക്കാണ്. അപ്പോൾ ശ്രുതി പറയണ, ഇതൊന്നും എൻ്റെ പ്ലാൻ അല്ല ഉണ്ടായിരുന്നു, ശ്രുതിയുടെ അച്ഛൻ തന്നതാ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ എല്ലാ പ്ലാനിങ്ങും ശ്രുതിയുടെ ആയിരുന്നു. അമ്മേ ശ്രുതി പറഞ്ഞതാണ് ഈ പൈസ നമുക്ക് വീട്ടിൽ കൊടുക്കേണ്ട, നമുക്ക് ബിസിനസ്സിലേക്ക് ഇറക്കാന്നൊക്കെ ശ്രുതി പറഞ്ഞതാണ് എന്നൊക്കെ പറയാണ്. അമ്മയോടൊന്നും പറയണ്ട, ആരോടും പറയണ്ട എന്ന് ശ്രുതിയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നേരെ എല്ലാ കുറ്റങ്ങളും ശ്രുതിയുടെ തലയിലേക്ക് ഇട്ട് കൊടുത്ത് സ്വയം രക്ഷപ്പെടണം. ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടി പകച്ച് നിൽക്കുകയാണ് ശ്രുതി. ഇതൊക്കെ കേൾക്കുന്ന ചന്ദ്രമതി ആകെ കോപം കൊണ്ട് ചുവന്ന് തുടുത്ത് ഇങ്ങനെ നിൽക്കണം, എന്താ വേണ്ടെന്നറിയാതെ. അപ്പോൾ വർഷ പറയണോ, ശ്രുതി ചേച്ചി ഭയങ്കരം തന്നെ, ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഇവിടെ പെരുമാറിയല്ലോ. ഈ നിമിഷം നീലിമ വന്ന് സത്യം പറയുന്നത് വരെ ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒന്നും അറിയാത്ത പോലെയല്ല നിങ്ങൾ പെരുമാറിയിരുന്നു, നിങ്ങൾ എങ്ങനെ ഇത്ര ഫ്രോഡായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ശ്രീകാന്തും പറയണം, ശരിയാണെന്ന് പറയണം ശ്രീകാന്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ചൂളി നിൽക്കുകയാണ് ശ്രുതി. രേവതിയും കോപത്തോട് കൂടിയിട്ടാണ് ശ്രുതിനെ നോക്കുന്നത്. ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതി ഇവിടെ വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചന്ദ്രമതി പറയും, നീ അവനെ കള്ളത്തരങ്ങളൊക്കെ കൂട്ടി നിന്നു അല്ലേ, നീ എന്താ ചെയ്ത് എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്ത് ആഞ്ഞടിക്കാണ്. അടി കൊണ്ടിട്ട് സങ്കടം വരെയാണ് ശ്രുതിക്ക് എല്ലാവരും വിളിച്ചത്. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിനെ അടിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടി സ്തബ്ധരായിട്ട് നിന്ന് പോവാണ്. ആ സമയത്ത് ചന്ദ്രൻ പറയും, നീ എന്താടി വിചാരിച്ചേ, ഞാൻ എന്താ ബുദ്ധി ഇല്ലാത്തോളാണെന്നോ, ഈ പരിപാടികളുടെ എല്ലാ സൂത്രധാരൻ നീയായിരുന്നല്ലേ, നിന്റെ ബുദ്ധിയാണല്ലേ ഇതിനുള്ളിൽ മുഴുവൻ കളിച്ചത്, നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നി, നീ എങ്ങനെ എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കാൻ തോന്നി, അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല, അതിലും വലിയവളാണല്ലേ നീ. ഞാൻ ഇന്നും കൂടി രേവതിയോട് പറഞ്ഞോളൂ നിന്നെ കണ്ട് പഠിക്കുന്നു, അവരുടെ മുമ്പിലൊക്കെ നീ എന്നെ കൊച്ചാക്കിയില്ലേടി, നീ എന്നെ അപ്പം മനുഷ്യന് തുല്യമായില്ലേ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി അങ്ങനെ ശ്രുതിനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്നെ എന്തിനാ അടിക്കണം, ഞാൻ നിങ്ങളുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ, എൻ്റെ മോനെ രക്ഷിക്കാനോ, അതെ ഞാനിപ്പോൾ ഇത് ചെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശ്രുതി ഇപ്പോഴും വല്ല പാർക്കിലും കിടന്ന് ഉറങ്ങിയേനെ, ഒരു ജോലി പോലും ഇല്ലാതെ. എന്നെ പരിചയപ്പെട്ട സമയത്ത് ഞാൻ 2-3 സ്ഥലത്ത് ജോലിക്ക് കൊണ്ടുപോയേക്കെ, എന്നിട്ട് എന്താണ് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു, നിങ്ങളുടെ മോനെ 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങളുടെ മോനൊരു മണ്ടനാ, നിങ്ങളുടെ മോനൊരു കഴിവ് കെട്ടവനാ, ഒന്നിനെ കൊണ്ടും പറ്റില്ല എന്ന് പറയുമ്പോൾ, നീ എന്താ പറഞ്ഞ, എൻ്റെ മോനെ ഒന്നിനും കൊള്ളാത്തവനാണെന്നാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാണ്. ഞാൻ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ നിങ്ങളുടെ മോന് കുറേ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ആൻറ്റി, നിങ്ങളുടെ മോന് ജീവിക്കാനും ഒന്നും ഉള്ള സാമർഥ്യമില്ല, എപ്പോഴും എവിടെയെങ്കിലും കസേരയിൽ ഇങ്ങനെ കിടക്കണം, എ സി ഇട്ടിട്ട് ചെയറിൽ മലർന്ന് കിടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ശ്രുതി പറയണ, ശ്രുതി നീ എന്തൊക്കെയായി പറയണമെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ ശ്രുതി നിർത്തുന്നില്ല. അപ്പോൾ പറയാം, അങ്ങനെയാണെങ്കിൽ നീ എന്താ ഈ 50 ലക്ഷം രൂപ കിട്ടിയ കാര്യം എന്നോട് പറയാൻ, അത് എൻ്റെ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്താ എൻ്റെ മോന് കൊടുക്കില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ മോന് ഈ കാലം വരയ്ക്ക്, ശ്രുതി നീ എന്തൊക്കെയായി പറയണ ചോദിക്കുമ്പോൾ, അതേ ആൻറ്റി നിങ്ങൾ എന്താ ചെയ്ത്, അമ്മയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ മോന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞാനൊന്നും ചെയ്തില്ലേടി, ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ അവന് വേണ്ടി മറ്റാരും അറിയാതെ ചെയ്ത് ഞാനടി പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിനെ തലങ്ങും വിലങ്ങും ശ്രുതിനെ തല്ലിയിട്ട് വലിച്ച് പൂമുഖത്തേക്ക് കൊണ്ടുവരികയാണ്. പൂമുഖത്തേക്ക് കൊണ്ടുവരുമ്പോൾ രവീന്ദ്രൻ പറയും, ശ്രുതി നീ അകത്തേക്ക് കയറിപ്പോൾ പറഞ്ഞിട്ട് ശ്രുതിനെ കയറ്റി വിടുകയാണ്. അപ്പോൾ ചന്ദ്രമതി
ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയോട് അകത്തേക്ക് കയറി പോകാൻ പറയാണ്. അങ്ങനെ ആകെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരുടെയും മുമ്പിൽ ശ്രുതി ഇപ്പൊ വലിയ കുറ്റക്കാരായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ശ്രുതി പറയും ഞാൻ പോയിട്ട് ശ്രുതിനെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയും അനങ്ങരുത്, നീ ഇവിടെ ഇരുന്നോടെ തന്നെ ഇരിക്കണം, നീ ഇനി അനങ്ങാൻ പാടില്ല ഇവിടുന്ന് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയും ശ്രുതി നീ പോയിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലും, മോളിക്ക് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാണ്. ചന്ദ്രമതി ഇങ്ങനെ ആകെ രോഷാകുലായിട്ട് നിൽക്കുമ്പോൾ സച്ചി പറയും രേവതിയെ ചേർത്ത് പിടിച്ചിട്ട്, കണ്ടോ നിങ്ങൾ നിങ്ങളുടെ പാർലറ്റത്തിൽ വലിയ കാശിയാരിയാന്ന് പറഞ്ഞിട്ട് കൊമ്പത്ത് കൊണ്ട് നടന്നിട്ട് ഇപ്പം എന്തായി, കണ്ടോ ഇത് എൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കുക, ഒരാളുടെ സ്വത്ത് മുതലും കണ്ട അവൾ ഇതുവരെ മോഹിച്ചിട്ടില്ല, ഒരാളുടെ ഒരു രൂപ പോലും അവൾ എടുത്തിട്ടില്ല, ഒരാളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല, ഇവളെ എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ തങ്കാണ്, തനി തങ്കം പറഞ്ഞിട്ട് സച്ചി രേവതിയെ ചേർത്ത് പിടിച്ച് അഭിമാനം കൊള്ളാണ്. അങ്ങനെ ആ സംഘർഷാഭരിതമായ അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയി. അത് കഴിഞ്ഞ് സച്ചി രേവതിയും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും വലിയ കഷ്ടമായി പോയല്ലേ, ഇതിപ്പോൾ സച്ചേട്ടൻ കണ്ടുപിടിച്ചില്ലായിരുന്നു എപ്പോഴും ഇത് ഇവിടെ ഒന്നും അറിയില്ലായിരുന്നു, ഇവര് കള്ളത്തരം കാണിച്ചിട്ട് ഇവരിപ്പോഴും ഇങ്ങനെ നടന്നേനെ എന്നൊക്കെ പറയാണ്. അപ്പം അച്ഛൻ്റെ പൈസ കൊണ്ടാണ് ഷോറൂം ഉണ്ടാക്കിയേക്കണത് എന്നുള്ള കാര്യം നമ്മൾ അറിയില്ലായിരുന്നു അല്ലേ സച്ചേട്ടാ എന്നൊക്കെ പറയണേ രേവതി. ശരിയാ, എന്തായാലും അവൻ്റെ കള്ളത്തരം പുറത്തു വന്നല്ലോ, അവനല്ല അവനെക്കാട്ടിലും കൂടുതൽ പാർലറേട്ടത്തെയാണ് ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയാണ് സച്ചി രേവതിയോട്. ഇവരുടെ സംസാരം എല്ലാം കേട്ട് വരുന്ന വർഷ കാണുന്നുണ്ട്. വർഷ വന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കേണ്ട ഇടത്തി മുകളിൽ ഇരിക്കേണ്ട, എന്നാലും ശ്രുതി ചേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സച്ചേട്ടൻ അത് കണ്ടുപിടിച്ചുകൊണ്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞു, എന്തൊരു സ്ത്രീയാ അവരെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങനെ പറയണം. എന്നിട്ട് പറയും വർഷ എന്തായാലും വഴക്ക് പറഞ്ഞത് ഓക്കെ, പക്ഷെ ആൻറ്റി ശ്രുതി ചേച്ചി അടിച്ചത് ഒട്ടും ശരിയായില്ല, അതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ അപ്പോഴും വർഷ ന്യായമായ കാര്യത്തിന് വേണ്ടി ശ്രുതിനെ അനുകൂലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ സംസാരമൊക്കെ അതൊക്കെ കഴിഞ്ഞു. എന്നാലും കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ സച്ചേട്ടൻ സമ്മതിച്ചു. ഞാൻ സച്ചേട്ടൻ പറയണത് കറക്റ്റ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് സച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് അങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ വിഷമിച്ചിട്ട് പൂമാത്തിരിക്കുന്ന സമയത്ത് ശ്രുതി വരികയാണ്. ശ്രുതി വന്നിട്ട് ശ്രുതി വിളിക്കുമ്പോൾ മിണ്ടരുത്, നീ എന്നെ തൊട്ട് പോരുത്, നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എന്നെ കുറ്റക്കാരിയൊക്കെ അല്ലേ, ആൻറ്റി എന്നെ എത്ര അടി അടിച്ചപ്പോൾ നീ ഒരു പ്രാവശ്യം പോലെ എന്നെ തടയാൻ നോക്കിയോ, ശ്രുതി ഇല്ലല്ലോ, നീ ആ അടി മുഴുവൻ ഞാൻ കൊള്ളണതും കണ്ട് മിണ്ടാതെ അവിടെ നിന്നില്ലേ, നിന്നെ സ്നേഹിക്കുന്നതിന് കിട്ടിയ ശിക്ഷയാണ് എനിക്കിത്, ഇപ്പൊ കുറ്റങ്ങൾ മുഴുവൻ എൻ്റെ മേലെ അല്ലെ, എന്നെ എത്ര അടിച്ചു, അവരെന്നെ എത്ര ഇൻസൾട്ട് ചെയ്തു, എന്നിട്ട് നിനക്ക് ഇതാക്കാൻ തോന്നിയില്ല. അപ്പൊ ശ്രുതി പറയും ശ്രുതി നീ എന്നെ കുറ്റപ്പെടുത്തുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നിന്റെ മുമ്പിലെങ്കിലും എനിക്കൊരു വിലയുണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ അതില്ലെന്ന് എനിക്കിപ്പം മനസ്സിലായി, നീ പോലും എന്നെ വില കൽപ്പിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്, നീ എന്തൊക്കെ കുറ്റങ്ങൾ എന്നെ പറ്റി പറഞ്ഞു, ഒരു കഴിവില്ലാത്തവനാണ്, ഒരു ഡിഗ്രി ഇല്ലാത്തവനാണ്, എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണം. അപ്പൊ നീലിമ പറഞ്ഞതോ ശരിയാണ്. നീലിമ ഹാളിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു രവീന്ദ്രനോട്, അങ്കിളുടെ ഈ മോനുണ്ടല്ലോ ശ്രുതി 7 ഡിഗ്രി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ തലക്കകത്ത് ഒന്നുമില്ല, അവനൊരു കഴിവില്ലാത്തവനാണ്, അവനൊരു കഴിവ് കെട്ടവൻ, അവനൊരു മണ്ടനാന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്കിളിനോട് പറയുന്നുണ്ട്, അങ്കിൾ നിങ്ങളുടെ ഈ സച്ചി ഉണ്ടല്ലോ, സച്ചിക്ക് പഠിപ്പും ഇവരൊക്കെ കുറവാണ്, പക്ഷെ അവന് നല്ല മിടുക്കൻ, അവന് നല്ല ബുദ്ധിയുണ്ട്, ആലോചിച്ച് ചെയ്യാനും ആലോചിച്ച് പെരുമാറാനും ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള നല്ല ബുദ്ധിയും കഴിവുണ്ട് സച്ചിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിനെ പുകഴ്ത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും കൂടി വഴക്ക് കൂടുമ്പോൾ പറയണം, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്നെങ്കിലും ഞാൻ വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് ശ്രുതിയുടെ അടുത്തുനിന്ന് ഒരു സോറി എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയാണ്. അപ്പം പരസ്പരം പഴിചാരി ശ്രുതിയും ഭയങ്കരമായിട്ട് വഴക്കൂടാണ്. ഇനി ശ്രുതിനെ എനിക്ക് കാണണ്ട, കടന്നു എനിക്ക് നിന്റെ മുഖം കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഗംഭീരമായിട്ട് ശ്രുതിയോട് തല്ലുകൂടാണ്. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ വിഷമം എന്താ വെച്ചാൽ ശ്രുതിയുടെ കഴിവ് കെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്, കഴിവില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ അപമാനിച്ചതാണ് ശ്രുതിക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ അവരുടെ ഇടയിൽ അവരുടെ ദാമ്പത്യത്തിൽ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം വന്നേക്കാണ്. അങ്ങനെ ഒരു സംഭവ ബഹുലമായ സംഘർഷഭരിതമായ എപ്പിസോഡിലൂടെയാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ കടന്നു പോകുന്നത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കേണ്ട, നാളെ മുതൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.